ഡൽഹിയിൽ എംപിമാരുടെ ഫ്ളാറ്റിൽ തീപിടിക്കാൻ കാരണം പടക്കങ്ങൾ തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നു. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കെട്ടിടത്തിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായിരുന്നു എന്നുകൂടി വ്യക്തമാവുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടാണ്. അർജുൻ, ഈ പടക്കമൊക്കെ വാങ്ങിച്ച് സൂക്ഷിക്കുമ്പോൾ എംപിമാർക്ക് ഒരു ജാഗ്രതയൊക്കെ വേണ്ടല്ലേ? ദിവിഷ, പടക്കങ്ങൾക്ക് നിലവിൽ നേരത്തേക്ക് ഉണ്ടായിരുന്ന ഒരു ബാൻ, അത് നിരോധനം ഇപ്പോൾ ഡൽഹിയിൽ ഇല്ല. ഹരിത പടങ്ങളെല്ലാം തന്നെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവെല്ലാം തന്നെ ഭേദിച്ചുകൊണ്ട് അത് മറികടന്നുകൊണ്ടും ഒരുപാട് പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയോടെയാണ് ഇക്കാര്യത്തിൽ നഗരകാര്യ മന്ത്രാലയം ഒരു പത്രക്കുറിപ്പിലൂടെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം, ഒരു വിശദീകരണം നടത്തിയത്. ഈ പടക്കം പൊട്ടിയത് തന്നെയാണ് ഈ കെട്ടിടത്തിൽ, ഫ്ളാറ്റിൽ തീപിടിക്കാൻ കാരണമെന്ന്. കാരണം അവിടെ താഴത്തെ നിലയിൽ ബേസ്മെന്റിൽ ഒരുപാട് പൊട്ടിയ ഫർണിച്ചറുകൾ, കസേരകളെല്ലാം തന്നെ കൂട്ടിയിട്ടിരുന്നു. അടുത്തായിട്ടാണ് ഒരുപാട് കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നത്. ആ ദൃക്സാക്ഷികൾ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അതിൽ നിന്നും ചില തീപ്പൊരിയെല്ലാം തന്നെ അതിലേക്ക്, ഈ മര കഷ്ണങ്ങളിലേക്കെല്ലാം തന്നെ, ഉണങ്ങിയ മരക്കഷ്ണങ്ങളായിരുന്നു, അതിലേക്ക് പടർന്നാണ് പെട്ടെന്ന് തന്നെ തീ ആളി കത്തിയത്. പിന്നീട് ഒന്നാം നിലയും രണ്ടാം നിലയും എല്ലാം തന്നെ ആളി കത്തി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. എന്തായാലും ആളപായം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ വസ്തുക്കളെ സംഭവിച്ചുണ്ടായിരിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു സുരക്ഷാ മേഖല കൂടിയാണ്. എല്ലാ തരത്തിലും സുരക്ഷ ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അത് ഒരുപാട് വിമർശനങ്ങളിലേക്കെല്ലാം തന്നെ വഴിവെച്ചു. പ്രത്യേകിച്ചും അറിയിച്ചിട്ടും ഫയർഫോഴ്സ് അരമണിക്കൂർ നേരം വൈകിയാണ് എത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് വിമർശനങ്ങളിലേക്ക് വഴിവെച്ചിരുന്നു. എന്തായാലും എന്തുകൊണ്ട് തീപിടുത്തം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഇതിനോടകം ഒരു ഔദ്യോഗിക വിശദീകരണമായിരിക്കുന്നു. അത് സ്ഥിരീകരിച്ചിട്ടുള്ളത് നഗരകാര്യ മന്ത്രാലയം തന്നെയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകൈകൾ എടുക്കുമെന്നുള്ള കാര്യം കൂടിയാണ്. അതിനുവേണ്ടി ഫയർഫോഴ്സിനും അതുപോലെ സംസ്ഥാന സർക്കാരിനും ബന്ധപ്പെട്ട അധികാരികൾക്കും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പ്രത്യേകിച്ചും അടുത്ത ദിവസങ്ങളിലുമെല്ലാം പടക്കങ്ങൾ വലിയ തോതിൽ പൊട്ടിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നാളെയാണ് ദീപാവലി, അതുകൊണ്ട് ഒരുപാട് ആളുകൾ പടക്കം പൊട്ടിക്കുന്നത്, സുപ്രീം കോടതി ഉത്തരവ് മറികടന്നും പടക്കം പൊട്ടിക്കുന്നത്. എന്തായാലും അതെല്ലാം സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികളും പറയുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.